കിട്ടുന്നത് ഈ പലപ്പോഴും പലതരത്തിലും സ്ത്രീകൾ വലിയ തരത്തിലുള്ള ചൂഷണത്തിന് വിധേയരാകുന്നു എന്ന തരത്തിലെ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അത് ചലച്ചിത്ര മേഖല പ്രശ്നങ്ങൾ പരാതിപ്പെട്ടാൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരായാൽ ഇത് സംബന്ധിച്ച പരാതി നൽകിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന പ്രത്യാഘാതം വലുതായിരിക്കും. വഴങ്ങാത്തവരെ പ്രശ്നക്കാരെന്ന് പറഞ്ഞുകൊണ്ട് സെറ്റുകളിൽ നിന്നും ഒഴിവാക്കും. പോലീസിനെ സമീപിക്കാത്തത് ജീവഭയം കൊണ്ടാണെന്നും പലപ്പോഴും ഇത്തരത്തിൽ ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയായ സ്ത്രീകൾ ഏതെങ്കിലും തരത്തിൽ പോലീസിന് പരാതി നൽകാൻ തയ്യാറായി കഴിഞ്ഞാൽ അവരെ പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് ജീവഭയമുണ്ട്, ഒപ്പം ഇതിന് വഴങ്ങാത്തവരെ പ്രശ്നക്കാരെന്ന് പറയും. മറ്റൊരു കാര്യം, അതിക്രമം കാട്ടിയവരിൽ ഉന്നതരുണ്ട് എന്നൊരു വെളിപ്പെടുത്തൽ കൂടി വരുന്നു. ഇത്തരം വിവരങ്ങൾ കേട്ടപ്പോൾ വലിയ തരത്തിൽ ഞെട്ടലാണ് തനിക്കുണ്ടായതെന്നും ജസ്റ്റിസ് ഹേമ ആ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വലിയ തരത്തിലുള്ള ചൂഷണം മലയാള സിനിമാ രംഗത്തുള്ള പല സ്ത്രീകളും നേരിടേണ്ടി വന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ നേർരേഖയാണ് ഈ റിപ്പോർട്ട് മനസ്സിലാക്കുന്നു. ഇതിൽ നിന്ന് ആദ്യം തന്നെ എടുത്തു പറയുന്നുണ്ട്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തവരെ അറിയപ്പെടുന്ന ചില കോഡുകളുണ്ട്. സഹകരിക്കുന്നവർക്ക് വലിയ തരത്തിലുള്ള ചാൻസുകൾ നൽകുന്നു. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള മൊഴികൾ കേട്ടു. ആ മൊഴികൾ കേട്ടപ്പോഴും ജസ്റ്റിസ് ഹേമയ്ക്ക് വലിയ തരത്തിലുള്ള ഒരു ഞെട്ടലുളവാക്കിയെന്ന് പറയുന്നു. അവസാനം പറഞ്ഞു നിർത്ത കമ്മീഷൻ തന്നെയാണ്. അതിന്റെ ഒരു കാര്യം, പ്രസക്തമായ ഒരു ഭാഗം, വഴങ്ങാത്ത ആളുകളെ അല്ലെങ്കിൽ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ പറയുന്നത് പ്രശ്നക്കാരെന്ന് പറഞ്ഞ് പലപ്പോഴും സിനിമകളിൽ നിന്ന് ഒഴിവാക്കുന്നു. പോലീസിനെ സമീപിക്കാത്തത് ജീവഭയം കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് ചിലരെങ്കിലും ആഗ്രഹിച്ചത് എന്നതിന്റെ തെളിവാണ്